ചൂരൽമലയിൽ ഉരുൾപൊട്ടലിൽ മരിച്ച അമ്മയുടെ മൃതദേഹം പുതുമലയിലെ പൊതുശ്മശാനത്തിൽ പുറത്തെടുത്തപ്പോൾ മേപ്പാടി മാരിയമ്മൻ ക്ഷേത്രത്തിലെ ശ്മശാനത്തിൽ ദഹിപ്പിക്കുമ്പോൾ ആംബുലൻസിലിരുന്ന് നിർവികാരത്തോടെ എല്ലാം നോക്കിക്കാണുകയായിരുന്നു. ഒരിറ്റ് കണ്ണീർ പോലും ശ്രുതി പൊഴിച്ചില്ല എന്ന് പറയുന്നതാണ് സത്യം. എല്ലാം നോക്കിക്കാണുകയായിരുന്നു ശ്രുതി. കണ്ണീർ പോലും പൊഴിക്കാനാകാത്ത വേദനകളായിരുന്നു ശ്രുതിയുടെ നെഞ്ചിനകത്തും ശരീരത്തിലും ഉണ്ടായിരുന്നത്. അങ്ങനെ കണ്ണീർ പോലും പൊഴിക്കാനാകാത്ത രീതിയിലാണ് പരിക്കേറ്റ കാലുകളുമായിരുന്ന ശ്രുതിയുടെ വേദന ആരുടെയും ഉള്ളുലയ്ക്കുന്നതായിരുന്നു എന്ന് കൂടി പറയണം. ചൂരൽമല മുണ്ടക്കയിൽ ഉരുൾപൊട്ടലിലാണ് ശ്രുതിക്കും അച്ഛനും അമ്മയും സഹോദരിയും അടക്കം കുടുംബത്തിലെ 9 പേരെ നഷ്ടമാകുന്നത്. പിന്നാലെ ദുരന്തമുഖത്ത് താങ്ങായി നിന്ന് തന്റെ പ്രിയപ്പെട്ട ജെൻസനെയും കൂടി നഷ്ടമായപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവേ അമ്മയുടെ മൃതദേഹം പുതുമലയിലെ കുഴിമാടത്തിനടുത്ത് ഹൈന്ദവാചാര പ്രകാരം ദഹിപ്പിക്കണമെന്ന് ശ്രുതി സിദ്ദിഖ് MLA ആവശ്യപ്പെടുന്നത്. വൈറ്റ് ഗാർഡിന്റെ സഹായത്തോടെ കുഴിമാടത്ത് നിന്നെടുത്ത മേപ്പാടിയിൽ മാരിയമ്മൻ ക്ഷേത്രത്തിന്റെ ശ്മശാനത്തിൽ ഐവർ മഠത്തിൽ സഹായത്തോടെയാണ് അമ്മയും മൃതദേഹം ദഹിപ്പിച്ചത്.